ഒരുമിച്ച് ഒരവസരം കൂടെ ദൈവസന്നിധി നിൽപ്പാൻ ദൈവം നൽകിയത് വലിയൊരു പദവിയായി, ഭാഗ്യമായി കാണുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം ദൈവസന്നിധിയിൽ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനോടനുബന്ധിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബലപ്പെടുത്തി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ. ദൈവത്തോടടുത്ത് നിൽക്കുമ്പോഴാണ് ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിയും, ഈ ലോകത്തിൽ ഒന്നും നമ്മളെ കീഴ്പ്പെടുത്താതെ, തളർത്തിക്കളയാതെ മുന്നേറുവാൻ നമ്മളെ സഹായിക്കുന്നത്. ആ ശിഷ്യന്മാരിൽ നിന്നും അകന്നുപോയ 2 പേരുണ്ടായിരുന്നു, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവ് അവരോട് ചേർന്ന് നടന്നു. ഇന്ന് പകലിൽ കർത്താവിനോട് ഒന്നും കൂടി അടുത്തു വരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആരൊക്കെയോ ദൈവത്തിൽ നിന്നും അല്പം അകന്നു പോയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി, യേശുവേ അങ്ങിലേക്കൊന്ന് അടുത്തു വരുവാൻ കൃപ നൽകണമേ എന്നൊന്ന് എത്ര പേർ ഒന്ന് പ്രാർത്ഥിക്കും. മനസ്സൊന്ന് കർത്താവെങ്കിലൊന്ന് തുറന്നാട്ടെ. ഒന്നും മറച്ചു വയ്ക്കുവാനില്ല നമുക്ക് ദൈവത്തോട്. നാം എന്താണെന്ന് വ്യക്തമായി അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ആ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ പൂർണ്ണമായും സമർപ്പണത്തോടെ ഇരിക്കണം. എങ്കിലേ ദൈവം നമ്മിൽ പ്രവർത്തിക്കത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ കടന്നു വന്ന ഒരു വ്യക്തി പോലും ദൈവത്തിങ്കിൽ നിന്നും അനുഗ്രഹവും വിടുതൽ പ്രാപിക്കാതെ ഇവിടെ നിന്ന് മടങ്ങി പോകത്തില്ല. യെസ്, ആഗ്രഹിക്കുന്നവരുണ്ടോ? ഹൃദയം തുറന്ന് കർത്താവിനോടൊന്ന് സംസാരിച്ചേ, മനസ്സൊന്ന് പങ്കിട്ടെ, ഒരു സ്നേഹിതൻ എന്നോടൊന്നു പോലെ. മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. ഒരിക്കൽ കൂടെ പാടിയേ: ഞാനകന്നാലും ഞാൻ സ്നേഹിച്ചു നീ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും. എന്ന് പകലിൽ ആ വാക്ക് ആത്മാർത്ഥമാകണമെങ്കിൽ കർത്താവിലേക്ക് ഒന്നും കൂടെ അടുത്ത് വരണം. യേശുപ്പ അത് കേൾക്കണമെങ്കിൽ കർത്താവ് എൻ്റെ എല്ലാം അങ്ങാണെന്ന് വെറും വാക്കായി
എന്ന് പകലിൽ ഒതുങ്ങി പോകരുത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, ഓരോ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തികളെ മറക്ക്, എവിടെ ഇരിക്കുന്നുള്ള മറക്ക്. ദൈവസന്നിധിയിലാണെന്നുള്ള ബോധ്യത്തോടെ, എന്നെ കാണുന്നൊരു ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടെ എന്നെ ചേർത്ത് നിർത്തുവാൻ, ഞാൻ അകന്നിട്ടും എന്നെ വിട്ട് മാറാതെ എന്നെ ചേർത്ത് നിർത്തുവാൻ എന്റെ കൂടെയുള്ള കർത്താവ് ഇവിടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ യേശുവിന്റെ നാമത്തിൽ ആത്മിക ഐക്യത വെളിപ്പെടട്ടെ, ആത്മിക ഐക്യത വെളിപ്പെടട്ടെ, ആത്മിക ഐക്യത വെളിപ്പെടട്ടെ. മനസ്സിനെ അലട്ടുന്ന എല്ലാ ചിന്തകളും മാറിപ്പോകട്ടെ. ആരാധനക്ക് വിരോധമായി ഉയരുന്ന എല്ലാ നെഗറ്റീവ് സ്പിരിറ്റിനെയും സഭ ഒരുമിച്ച് ജയമെടുക്കുന്നതിന്റെ മേൽ നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, എന്നെ മക്കളാക്കി തീർന്നു, മക്കളാക്കി. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിൻ മാർവോടു ഇന്നേരം നീയാണെന്റെ എല്ലാം എല്ലാം, നീയാണ് എന്നുമെന്നും എൻ പിതാവ്. എല്ലാവരും ഒരിക്കൽ കൂടെ മാർവോടും താവേ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും കർത്താവേ, ഒരിക്കൽ കൂടെ എല്ലാവരും ആ വരികളൊന്ന് പാടി. ഞാനാകന്നാലും നീയാകരില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ മക്കളാക്കി. നീ സ്നേഹം ആ
ബോധ്യം ഉറപ്പുമുള്ളവർ ഒരിക്കൽ കൂടെ ഹൃദയത്തിൽ നിന്ന് വരികൾ പാടിയാട്ടെ. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ മക്കളാക്കി. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീ. ഒരിക്കൽ കൂടെ എന്റെ എല്ലാം, എന്റെ എൻ ജീവനും നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ, ഓ യേശുവേ, നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെൻ ഓ ആശ, നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൻ ആനന്ദം, ജീവനെ നൽകിയ സ്നേഹം, എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. ക്രൂശിലൻ യേശുവിൻ യാഗം, ക്രൂശിലൻ എൻ പാപത്തിൻ മോചനം, ക്രൂശിലൻ യേശുവിൻ ത്യാഗം, എന്നാത്മാവിൻ സാന്ത്വനം. ഓ എന്നാത്മാവിൻ സാന്ത്വനം. യെസ്, അതുകൊണ്ട് പറഞ്ഞേ, നീയാണ് എൻ്റെ ഉള്ളിലെ ഗാനം, നീയാണ് നീയാണ് നാവിലെ ഗീതം, നീ തന്നെ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ. ഉറച്ച വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ, നീയാണ് യേശുവേ, നീയാണ് നാവിലെ ഗീതം, നീ തന്നെ എന്നോനെന്നാശ, നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ സൗഖ്യദായകനേശു, ആത്മാവിൽ ശാന്തിയേകും, ജീവന്റെ നായകൻ ക്രിസ്തു, ജീവനിൽ നടത്തിയിടും. ഓ ജീവനിൽ നടത്തിയിടും. യെസ്, അതൊന്ന് ഏറ്റെടുത്തൊന്ന് പാടി ഒരുമിച്ച്. സൗഖ്യദായകനേശു,
ആത്മാവിൽ ശാന്തിയേകും ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിയിടും. ഓ ജീവനിൽ. യെസ് യെസ്, അതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഉറപ്പോടെ പാട്. നീയാണ് എന്നുള്ളിലെ യേശുവേ, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. യേശുവേ, അങ്ങാണ് എൻ്റെ ഉള്ളിലെ ഗാനം. നീയാണ് എൻ്റെ ഉള്ളിലെ ഗാനം. നീയാണ് നാവിലെ ഗീതം. നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. യേശു വന്നിടും വീണ്ടും. യേശു വന്നിടും വീണ്ടും. തീരുമൻ യാത്ര വേഗം. ചാരും തന്മാർവിലണയും ചേരുമൻ വീട്ടിൽ ഞാൻ. ഓ ചേരുമൻ വീട്ടിൽ ഞാൻ. പ്രത്യാശയുള്ളവർ പാടി. യേശു വന്നിടും. യേശു വന്നിടും വീണ്ടും. തീരുവൻ യാത്ര വേഗം. ചാരും തന്മാർവിലണയും ചേരുമൻ വീട്ടിൽ ഞാൻ. ഓ ചേരുമൻ. ഓ യേശുവേ, നീയാണ് എന്നുള്ളിലെ. ആമേൻ. ഗീതം. നീ തന്നെ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഒരുമിച്ച് ആ വരികൾ പാടിയേ. നീയാണ് മുൻപിൽ. ഓ നിത്യതയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഒരു ലക്ഷ്യസ്ഥാനം നമുക്കുണ്ട്. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം പ്രതികൂലങ്ങൾ മുമ്പിൽ വരുമ്പോൾ അതിനെ മറികടന്നോടണമെങ്കിൽ യേശുവിന്റെ മുഖത്തേക്ക് നാം എപ്പോഴും നോക്കണം. നമ്മൾ ആദ്യം വായിച്ച ആ വാക്യം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം എന്നെ ഒരുപാട് ഭയപ്പെടുത്തിയ ഒരു അനുഭവമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവരാ ശിഷ്യന്മാര്. യേശുവിങ്കിൽ നിന്നും തിരുവായും ഒഴിഞ്ഞ വാക്കുകൾ അടുത്തിരുന്ന് കേട്ടവരാവർ. യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ നേരിൽ കണ്ടവരാവർ. ആമേൻ. എത്രത്തോളം ആത്മീകമായവർ ബലപ്പെട്ടിരിക്കണം അല്ലേ? അഭിഷക്തന്മാരുടെ നാം കേൾക്കുന്ന ദൈവവചനം നമ്മൾ എത്രത്തോളം ബലപ്പെടുത്തുന്നുണ്ട്, നമ്മൾ എത്രത്തോളം വഴി നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം ശിഷ്യന്മാരോട് ചേർന്ന് നടന്നു. എന്തിനാണെന്നറിയാവോ? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ.
അവർ അത്രയും പിന്മാറിപ്പോയെങ്കിൽ പ്രിയ നാം എത്രത്തോളം വീഴുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണു പോകാതെ നിൽക്കണമെങ്കിൽ യേശുവിനോട് ചേർന്ന് തന്നെ നിൽക്കണം. തകർന്നു പോകാതെ നിൽക്കണമെങ്കിൽ ആ മാർവോട് ചേർന്ന് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറയും, നീയാണ് എന്റെ ഉള്ളിലെ ഗാനം. ഇന്ന് പകലത് തിരിച്ചറിയുന്ന ദൈവജനം ഉണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി കണ്ണുകളെ അടച്ച് ദൈവത്തോടുള്ള ഭയവും സ്നേഹവും ഭക്തിയോടും കൂടെ ആ വാക്ക് ഒരുമിച്ചൊന്ന് പാടിയ കർത്താവിനെ നോക്കിക്കൊണ്ട്, നീയാണെന്നുള്ളിലെ, നീയാണെൻ, ഓ നീ തന്നെ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ യെസ് യെസ്, ഏക ഹൃദയമായി ഒരിക്കൽ കൂടെ പാടിയേ, നീയാണെന്നുള്ളിലെ. ആമേൻ. ആശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ ക്രൂശിലൻ യേശുവിൻ ത്യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സാന്ത്വനം. ഓ എന്നാത്മാവിൻ സാന്ത്വനം. ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ഓ ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സാന്ത്വനം. ഓ എന്നാത്മാവിൻ സാന്ത്വനം. ഓ അതുകൊണ്ട് ഒരുമിച്ച് ചേർന്നൊന്ന് പാടിയാണ്, നീയാണ് നന്ദിയുള്ള ഹൃദയത്തോടെ. അങ്ങയുടെ സ്നേഹം എത്ര വലുത്. എനിക്ക് വേണ്ടി ജീവൻ നൽകിയ നല്ല കർത്താവേ, നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെൻ നീയാണെൻ ഗീതം. നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ അവസാനമായി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എല്ലാവരും കർത്താവിനെ നോക്കിയൊന്ന് പാടിയാട്ട വരികൾ. നീയാണെന്നുള്ളിലെ ഗീതം. നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. അതുകൊണ്ട് ചേർന്ന് പാടിടും ഞാൻ, ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ, ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും
സന്തോഷത്തോടെ ഒരുമിച്ച് ചേർന്നൊന്ന് പാടിയാട്ടെ. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ, മാനവും മഹത്വവും മാനവും മഹത്വവും നിനക്കു മാത്രമേ. അത്യുന്നതൻ യേശുവേ നീയേ, മാനവും മഹത്വവും നിനക്കു മാത്രമേ. മാറാത്ത മിത്രമേശു എന്റെ ദേവാദി ദേവനേശു, നിത്യനാം ദൈവമേശു, നിത്യനാം ദൈവമേശു എന്റെ രാജാതിരാജൻ. അതുകൊണ്ട് ഒരുമിച്ച് ആത്മാവിൽ പാടാം. പാടിടും ഞാൻ ഘോഷിക്കും നിന്നാമം എത്ര ഉന്നതം. ഓ ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും നിന്നാമം എത്ര ഉന്നതം. ഓ ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാം. പാടിയാതെ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാം ആരുള്ളു യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാം ആരുള്ളു യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി, നല്ല സ്നേഹിതനായി യേശു എൻ കൂടെ ഉള്ളതാ. എന്തോരാനന്ദമേ നാദ ജീവിത സൗഭാഗ്യമേ. പാടിടും ഞാൻ ഘോഷിക്കും നിന്നാമം എത്ര ഉന്നതം. ഓ ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിന്നാമം എത്ര. ആമേൻ ആമേൻ ആമേൻ. ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അതുകൊണ്ട് കർത്താവേ, അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണമാ നിന
നിനക്കായി ശോഭി. ആഗ്രഹിക്കുന്നവർ പാടിയാട്ടെ. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ താഴുന്നു ഞാൻ സമ്പൂർണമാ നിനക്കായി ശോഭി. അതുകൊണ്ട് ഇന്ന് പകലിൽ ആഗ്രഹത്തോടെ പാടി. പകരു ശക്തി എന്നിൽ നാദ നിനക്കായി വിശ്വസ്തദാസനായി എന്നെ തൃക്കൈയിൽ താരുന്നിതാ. പാടിടും ഞാൻ ഘോഷിക്കും നിന്നാമം എത്ര ഉന്നതം. ഹോ നിൻ സ്നേഹം എത്ര മാധു. അനുഭവിച്ചവർ പാടിയേ. പാടിടും ഞാൻ ഘോഷിക്കും നിന്നാമം. ഓ യേശുവേ, പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം. കരങ്ങൾ രണ്ടും ഉയർത്തി ഒരിക്കൽ കൂടെ. ഞാൻ നിന്നാമം യേശുവേ, ഞാൻ നിൻ സ്നേഹം. ബ്യൂട്ടിഫുൾ. നിൻ സ്നേഹം എത്ര മാധുര്യം. അനുഭവിച്ചവരുണ്ടോ ഇവിടെ? മാധുര്യമേകുന്ന ആ നാമത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ അത് അനുഭവിച്ചവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും. ആമേൻ. കഫർനഹൂമിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. യേശുവിന്റെ ഭവനത്തിൽ നമുക്കെല്ലാം അറിയാം ആ സ്റ്റോറി. ജനം തിങ്ങിക്കൂടി ഇരുന്നത് കൊണ്ട് യേശുവിന്റെ ഭവനത്തിൽ യേശു ഇരുന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഒരു പക്ഷപാതക്കാരനെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി. അവിടെ വായിക്കുമ്പോൾ 4 കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, അവന്റെ പാപത്തെ കർത്താവ് മോചിപ്പിച്ചു. 2, അവനെ സൗഖ്യമാക്കി പക്ഷപാതക്കാരനെ. 3, പാപത്തെ മോചിപ്പിക്കുവാൻ ഇവൻ ആരെന്ന് പരീശന്മാർ തമ്മിൽ പിറുപിറുത്തപ്പോൾ കർത്താവ് അവർക്ക് വേണ്ട മറുപടി കൊടുത്തു. അവന് ലഭിച്ച സൗഖ്യം കണ്ട് ജനം ദൈവത്തെ ആരാധിച്ചു. ഇതിനു മുഖാന്തരം ആ മനുഷ്യനെ ആ മേൽക്കൂര പൊളിച്ച് ഇറക്കിയ അവിടെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട്, ആമേൻ, വിശ്വസിക്കുന്നവരുടെ കൂട്ടം എവിടെയുണ്ടോ അവിടെ ദൈവമഹത്വം ചലിക്കും. വിശ്വസിക്കുന്നവരുടെ കൂട്ടം എവിടെയുണ്ടോ അവിടെ പാപമോചനം ഉണ്ടാകും. വിശ്വസിക്കുന്നവരുടെ കൂട്ടം എവിടെയുണ്ടോ അവിടെ രോഗികൾ സൗഖ്യമാകും. വിശ്വസിക്കുന്നവരുടെ കൂട്ടം എവിടെയുണ്ടോ അവിടെ ആരാധന ഉയരും. Come on. ആമേൻ. കരങ്ങളെ അടിച്ച് ഇന്ന് പകലിൽ ആ ദൈവത്തെ വിശ്വസിച്ച് ആ ദൈവത്തെ രക്ഷകനായി ഏറ്റെടുത്ത് ആ ദൈവത്തിന്റെ സ്നേഹം മാധുര്യം തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന ദൈവജനം ഒരു മനസ്സോടെ യെസ് യെസ് കരങ്ങളെ നന്നായി അടിച്ചൊരുമിച്ച് പാടിയേ. സ്തുതിക്കും ഞാൻ എന്നും സ്തുതിക്കും ഞാൻ, സ്തുതിക്കു യോഗ്യനാമേശുവിനെ. സ്തുതിക്കും ഞാൻ എന്നും
നാഥൻ നാമം നീ. അതുകൊണ്ട് ഒരുമിച്ച് ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഓ ഉയരത്തിൽ നിന്നുതാൻ പെരുവെള്ളത്തിൽ നിന്നെന്നെ വലിച്ചെടുത്തു. ഉയരത്തിൽ നിന്നുതാൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്നെന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഓ എന്റെ കാൽകളെ കലമാൻ പേടയ്ക്ക് തുല്യമായി നടത്തുന്നവൻ. ആമേൻ. എന്റെ കാൽകളെ കലമാൻ
ഉയർത്തിടുമ്പോൾ ശക്തിയാൽ ആമേൻ 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 ആമേൻ. ഓ അത് സംഭവിക്കുന്നു. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കൂ, യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കൂ. ഹല്ലേലൂയ ഉയർത്തിയിടാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ സർവ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. സർവ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷാമകാലത്തുമെന്നെ ഓ ക്ഷാമകാലത്തുമെന്നെ യേശുവിൻ കാരുതലിനായി സ്തുതികൾ മുഴക്കിടാം. യേശുവിൻ കാരുതലിനായി സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ ഉയർത്തിടാം. ശാലാറോകോരോകോലേലേലേ. ആമേൻ ആമേൻ ഉയർത്തിടാം. സർവ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. സർവ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. സന്തോഷത്തോടെ പാടി ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. സർവ വല്ലഭനാം യേശുവേ ആരാധിച്ചാർ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉയർത്തിയാകട്ടെ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബലം ധനമൗടകരം ശബലം ധനമൗടകരം ത. ഓ ഹല്ലേലൂയ എല്ലാ നാമത്തിനു മേലായ നാമത്തിൽ അന്നാമം. ഓ ഹല്ലേലൂയ ആമേൻ. യെസ് യെസ് അനുഭവിച്ചവർ പാടിയാതെ യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാരാ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാ. യേശുവെ പോ ശാലാലാഖേലേഖേ. ആമേൻ 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 ആമേൻ. എന്റെ യേശുവെ പോ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാരാ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യ. ചേർന്ന് പാടട്ടെ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങെപ്പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. അങ്ങെപ്പോലെ ആരുമില്ല
വിശ്വസിക്കുന്ന കൂട്ടം ഏക ആത്മാവിനാൽ വിളിച്ചു പറ, യേശുവേ പോ, യേശുവേ പോ. പാപം മോചിക്കുവാൻ, രോഗം സൗഖ്യമാക്കുവാൻ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ ചെയ്യുവാൻ യേശുവേ പോ, യേശുവേ പോ. ശരവം ജലമൗഡകനം ശബലം ജലവീകരമൗഡകനം ധരം ഗുണവനവനവികരം ശബ്ദലമൗഡകനം ധരം തുലവം ശബലം ധനമൗഡകനം ധരം. യെസ് യെസ്, ആത്മാവിൽ ആത്മാവിൽ ആത്മാവിൽ. യെസ് യെസ്, ഹൃദയങ്ങളിൽ അത് മുഴങ്ങട്ടെ, ഹൃദയങ്ങളിൽ അത് മുഴങ്ങട്ടെ. ലോകത്തെ നോക്കാതെ, ജനത്തെ നോക്കാതെ, ജനത്തിൽ ആശ്രയിക്കാതെ യേശുവിൽ ആശ്രയിക്കുന്നവർക്കല്ല. യേശുവേ പോ. ശബലം ധനമൗഡകനം ശബലം ധേരവരൗഡകനം ധല റീകമൗഡകനം ശബലം ധനമൗഡകനം ധല റീകര ഉരം ധേരിവലം ശബലം ധേരവരൗഡകനം ധല തുരവരവരരികലം ശബ്ദലമൗഡകനം ധല റീകരമൗഡ തുരം ധലമൗഡകനം ശബലം ധേ. അതരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുക. വിശ്വാസത്തിന്റെ വാക്കുകൾ അതരങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. വിശ്വസിക്കുന്നവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നുവെന്ന് വചനം പറയുമ്പോൾ അവരുടെ ഇടയിൽ നടന്ന അത്ഭുതങ്ങളും വീരപ്രവർത്തികളും ഈ പകൽക്കാലവും ഈ പട്ടണത്തിന്റെ നടുവിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ 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 തുലവം ദലമൗഡകനം ശബലം ദലമൗഡകനം ദലരീകരം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ നോക്കി കർത്താവ് ഇങ്ങനെ പറയും, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിച്ചിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടോ ഇന്ന് പകലിൽ? വിശ്വസിക്കുന്നവരുണ്ടോ ഇന്ന് പകലിൽ? എന്നെ അനാഥനായി വിടാതെ എപ്പോഴും എന്റെ കൂടെയുള്ളവൻ, എന്നെ ചേർത്ത് നിർത്തുന്നവൻ, മാറോടണയ്ക്കുന്നവൻ, എന്നെ അത്ഭുതമാക്കുന്നവൻ, എന്നെ ഉയർത്തുന്നവൻ, എന്നെ മാനിക്കുന്നവൻ എന്റെ കൂടെ, എന്റെ കൂടെ. വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് പ്രതികരിച്ചേ. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ ആത്മ, യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ.
ആത്മസഖി എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ. എല്ലാ കാലവും എന്റെ കൂടെയുള്ള കർത്താവിനെ നോക്കി കരങ്ങൾ ഉയർത്തി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എന്നാത്മസഖി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എന്നാത്മസഖി. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീ ഒന്നു മാത്രം. പകലിൽ പരമാർത്ഥ ഹൃദയത്തോടെ പാടി, ഹൃദയം നിറഞ്ഞു പാടി. എന്റെ ജീവനെ, എന്റെ ആശയെ, നീ. കരങ്ങളെ ഉയർത്തി. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മ അനുഭവിച്ചോർ പാടിയാട്ടെ. നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും, എന്തു സഹിച്ചെന്നാലും, എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. എന്തു ഭാവിച്ചെന്നാലും, എന്തു സഹിച്ചെന്നാലും, എല്ലാം യേശുവേ നന്മയ്ക്കായി. ഇനി കരങ്ങളെ ഉയർത്തി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എന്നാത്മസഖി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എന്നാത്മസഖി. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീ ഒന്നു മാത്രമേ.